ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുത്ത ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാർ പങ്കെടുക്കുന്ന പരിപാടിയായിരിക്കും എന്നൊക്കെയാണ് അറിയിക്കുന്നത്. ഇതിനെ തുടർന്ന് സർക്കാരും CPM-ഉം രാഷ്ട്രീയ ലാഭം മുൻനിർത്തിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നർത്ഥത്തിലുള്ള ആരോപണങ്ങൾ BJP-യും പ്രതിപക്ഷവും UDF-ഉം എല്ലാം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ വിഷയമാണ് ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. സർക്കാർ ഈ പരിപാടി പ്രഖ്യാപിച്ച ഉടനെ തന്നെ ഒരു BJP രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു. എന്താണ് മുഖ്യമന്ത്രിക്ക് ഇതിൽ അയ്യപ്പന്മാരുടെ കാര്യത്തിൽ എന്താണ് കാര്യമെന്നാണ് BJP ചോദിക്കുന്നത്. UDF VD സതീശൻ പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്, അത് കിട്ടുന്നില്ല, ഇനിയിപ്പോൾ ഭൂരിപക്ഷ പ്രീണനം ലക്ഷ്യമിടാം എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു സംഘം എന്ന് പറയുന്നത്. എന്തായാലും ഫൈനൽ തീരുമാനം UDF-ൻ്റെതൊക്കെ ഇന്ന് രാത്രി അറിയാം. അവരുടെ മീറ്റിംഗ് നടക്കാനിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സർക്കാർ ഇങ്ങനെ ഒരു അയ്യപ്പ ഭക്തന്മാരെ അവരോടുള്ള താല്പര്യം കൊണ്ടായിരിക്കുമോ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്? അതല്ല രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ? ഇതിൽ 2 ലക്ഷ്യമുണ്ട്. അതായത് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്നാണ് ഇതിൻ്റെ പേരിട്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ ഈ പേരിൽ തന്നെ ഒരു രസമുണ്ട്. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് ഇതിൽ ഈ ആഗോള അയ്യപ്പ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്നുള്ള ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള എന്താ പറയുക ടേം മിസ്സിങ് ആണ് എന്നുള്ളതേ ഉള്ളൂ. ഇതിൽ 2 ആസ്പെക്റ്റും ഉണ്ട്. ഒന്ന് ഡെവലപ്മെൻറ്റ് ആസ്പെക്റ്റും ഉണ്ട്, ഒന്ന് പൊളിറ്റിക്കൽ ആസ്പെക്റ്റും ഉണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു സംഗതി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ഡയസ്പോറ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു മലയാളി ഡയസ്പോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ മലയാളികളെ കാണാം. അങ്ങനത്തെ ഒരു മലയാളി ഡയസ്പോറ നമുക്കുണ്ടാകും. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെടുത്താൽ, യൂറോപ്യൻ രാജ്യങ്ങളെടുത്താൽ, ആഫ്രിക്കൻ രാജ്യങ്ങളെടുത്താൽ, അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും മലയാളി പ്രസൻസ് ഉണ്ട്. അവരെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊരു മലയാളി ഡയസ്പോറ ഉണ്ടാക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഡയസ്പോറ കേരളത്തെ സംബന്ധിച്ച് ഈ എന്താ പറയുക ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഡയസ്പോറയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വെച്ചാൽ മലയാളികളുണ്ട്, കേരളത്തിന് പുറത്ത് ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകളുണ്ട്. തമിഴന്മാർ, തെലുങ്കന്മാർ, കർണാടകക്കാർ, പിന്നെ നോർത്തിൽ നിന്നുള്ള ആളുകൾ, ഇവരെല്ലാവരും ഇതിൻ്റെ ഡിവോട്ടീസായിട്ട് വരാറുണ്ട്. കേരളത്തിന് പുറത്തുള്ള, ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ വേറൊരു ഡയസ്പോറ വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പറ്റിയ ഒരു എന്താ പറയുക സംഗതിയാണ് ശബരിമല. അങ്ങനെ ഒരുപക്ഷെ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. അതും ഒരു ആസ്പെക്റ്റ്. രണ്ടാമത്തെ ആസ്പെക്റ്റ് ഡെവലപ്മെൻറ്റാണ്. ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദേശീയപാത 66-ൻ്റെ നിർമ്മാണം ഏതാണ്ട് ഒരു 1.5 വർഷത്തിനകം പൂർത്തിയാവും എന്ന് നമ്മൾ വിചാരിക്കുക, അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് പൂർത്തിയാവും എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് കേരളത്തിന് മുമ്പിലുണ്ടായിരുന്നത് കേരളയിലാണ്. കേരളയിൽ ഒരു പക്ഷേ ഇപ്പോഴൊന്നും അനുമതി കിട്ടുമോ, തുടക്കം ആകുകയോ ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കേണ്ട. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാൻ പോകുന്നത് ശബരിമലയുടെ ചുറ്റുവട്ടത്താണെന്ന് നമുക്ക് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്കമാലി ശബരി റെയിൽപാത അത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയായിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ കൂടെ ഇൻവോൾവ്മെൻ്റ് കൂടെ അത് നടപ്പാക്കാൻ പോകുന്നു. അതിന് ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു. ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വരും. കാരണം വെച്ചാൽ വലിയ റെയിൽവേ ട്രാക്കാണ് വരാൻ പോകുന്നത്. ഇപ്പുറത്ത് പത്തനംതിട്ടയിൽ ശബരി മലയുമായി ബന്ധപ്പെട്ട ഒരു വിമാനത്താവളം ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ 2 വലിയ ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സാണ് ഈ ദേശീയപാത 66 കഴിഞ്ഞാൽ കേരളത്തിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിനെ അങ്ങനെ തന്നെ കാണണം. ഈ 66 ദേശീയപാത 66-ൻ്റെ വികസനം കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്ന വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസാണ്. ഇത് ഒരു റെയിൽപാത വെറുതെ അങ്ങ് കടന്നു പോവുകയല്ല ചെയ്യുക, പിന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പുറത്തൊരു വിമാനത്താവളം ഉണ്ടാവുക മാത്രമല്ല ചെയ്യുക, ആ വിമാനത്താവളത്തിൻ്റെ ചുറ്റുവട്ടത്ത് വിമാനത്താവളത്തേക്ക് കണക്ടിവിറ്റി ഉണ്ടാക്കാനുള്ള ഡെവലപ്മെൻറ്റ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാൻ പോകണം. അപ്പോൾ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ പറയുക സിനാരിയോ അവിടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഇത് ഷോക്കേസ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടത്തേക്ക് ആളുകളെ കൊണ്ടുവരിക. അപ്പോൾ അതിന് പാകത്തിൽ ഒരു അന്തരീക്ഷ സൃഷ്ടി എന്ന് പറയുന്നത് അതിനെ വിശ്വാസവുമായി ചേർത്ത് വെച്ചാൽ വളരെ എളുപ്പമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതാണ് സർക്കാർ ഒരു വഴിക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. വേറൊരു കാര്യം എന്നുള്ളത് കേരളത്തിൻ്റെതായ റവന്യൂ ഉണ്ടാക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്ന്
ഇപ്പോൾ GSTയുടെ പുതിയ സ്ലാബും കൂടെ വരികയാണെങ്കിൽ ഇനിയും കേരളത്തിന് GST വിഹിതം കുറയും, കേരളത്തിന് കടമെടുക്കാനുള്ള അവസരങ്ങൾ കുറയും. എന്തായാലും ഒരു 10 വർഷത്തേക്കോ 15 വർഷത്തേക്കോ ഒന്നും ഇതേ നിലയിൽ പോവുകയാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അത് കേരളത്തിന് കൂടുതൽ അവസരങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ എന്ത് വേണം, കേരളത്തിൻ്റേതായ റവന്യൂ സ്രോതസ്സുകൾ ഉണ്ടാക്കിയെടുക്കണം. ആ സ്രോതസ്സ് ഉണ്ടാക്കിയെടുക്കാൻ കേരളത്തിൽ ഇപ്പോൾ റിലീജിയസ് ടൂറിസം റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിന് ഏറ്റവും ഗംഭീരമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ശബരിമലയാണ്. ഒരു തർക്കമില്ല. ഒരു ഭാഗത്ത് ശബരി റെയിൽ വരാൻ പോകുന്നു, ഒരു ഭാഗത്ത് വിമാനത്താവളം വരാൻ പോകുന്നു. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഗംഭീരമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ശബരിമലയാണ്. അതിൻ്റെ ഒരു യുണീക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 41 അല്ലെങ്കിൽ 64 ദിവസം മാത്രമേ അവിടെ ഫുൾ ടൈം ഉള്ളൂ എന്നുള്ളതും അതിൻ്റെ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിൻ്റാണ്. അപ്പോൾ ഇത് ഞാൻ ഇൻ ടേംസ് ഓഫ് ബിസിനസ്സാണ് പറയുന്നത്, വിശ്വാസമല്ല പറയുന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും അതുമായിട്ട് തർക്കിക്കാൻ വരരുത്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ബിസിനസ് ആണെങ്കിൽ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിൻ്റാണ്. ഒരു വർഷത്തിൽ ഒരു ലിമിറ്റഡ് ടൈമിൽ മാത്രമാണ് അവിടെ ഒരു ഫുൾ ടൈം ബിസിനസ് ഉള്ളത്. പിന്നുള്ളത് മാസത്തിൽ 1-ാം തീയതി, മലയാള മാസം 1-ാം തീയതിയോടനുബന്ധിച്ച് 1-2 ദിവസം മാത്രമേ ഉള്ളൂ. അതും ഒരു യുണീക്ക് സെല്ലിംഗ് പോയിൻ്റാണ്. അപ്പോൾ ഇത് മാക്സിമം ടാപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അപ്പോൾ ഇതിന് പാകത്തിനുള്ള ഒരു ഡയസ്പോറ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിനുള്ളൊരു ശ്രമമായിട്ട് നമുക്കിതിനെ കാണാം. ആ നിലയ്ക്ക് ഇതിനെ വളരെ പോസിറ്റീവായി കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ നിലയ്ക്ക് ഡെഫിനറ്റ്ലി ഇതിൽ പൊളിറ്റിക്സ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ശബരിമല ഇവിടുത്തെ ഒരു ഹോട്ട് ടോപ്പിക്കായിരുന്നു. ആ ഹോട്ട് ടോപ്പിക്ക് LDFന് അല്ലെങ്കിൽ CPMന് തിരിച്ചടിയായിട്ടുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതും ഒരു വിശ്വാസമാണ്. അപ്പോൾ അതിൽ നിന്ന് മറികടക്കാനുള്ളൊരു ശ്രമം ഒരു പക്ഷേ അവർ നടത്തുന്നുണ്ടാവാം. അവർക്ക് എന്താ പറയുക, എളുപ്പമാണ് പറഞ്ഞു കേൾക്കാൻ. കാരണം ഇത് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനമാണ്. ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിലൊന്നും സർക്കാർ ഇടപെടാറില്ല. ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഘം നടത്താൻ തീരുമാനിക്കുന്നു. സർക്കാർ എന്നുള്ള നിലയിൽ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള നിലയിൽ മാറി നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിനെ രണ്ട് രീതിയിലും കാണണം, രണ്ടല്ല ഒരു മൾട്ടി ഡയമെൻഷനായി കാണണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇതിപ്പോൾ ശബരിമലയെ കഴിഞ്ഞ 2018 കാലയളവിൽ സുപ്രീം കോടതി വിധി വരുന്നതും അതുമായി ബന്ധപ്പെട്ട് ശബരിമലയെ മുൻനിർത്തി ഇവിടെ വർഗീയത പടർത്താൻ ശ്രമിച്ചതുമായ ഒരു ചിത്രം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. ആ ഒരു സമയത്ത് ശബരിമല എന്ന് പറയുന്നത് മറ്റു ക്ഷേത്രങ്ങളെ പോലെയല്ല, ജാതിമത ഭേദമന്യേ എല്ലാവർക്കും കയറി ചെല്ലാവുന്ന ഒരിടം എന്നുള്ള നിലക്ക് മതേതരത്വത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ഒരു ക്ഷേത്രത്തെ ലോകാടിസ്ഥാനത്തിൽ പ്രൊജക്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതൊരു മതേതര വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു അനിവാര്യമായ കാര്യം കൂടിയല്ലേ. ആ ഒരു അർത്ഥത്തിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ മറ്റേ ഒരു ഡയസ്പോറ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനെ കാണുക, അതിനോടനുബന്ധിച്ച് വരുന്ന വികസന പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ പങ്കാളിത്തം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതിലൊക്കെ പറ്റിയൊരു ഡെസ്റ്റിനേഷൻ ശബരിമല എന്ന് പറയുമ്പോൾ അവിടെ ഈ എല്ലാ എലിമെൻറ്റ്സും, ഇപ്പോൾ കേരളത്തിലെ ഏതാണ്ട് എല്ലാ ക്ഷേത്രങ്ങളും അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബോർഡ്, ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഗുരുവായൂർ യേശുദാസിന് പാടണം എന്ന ആഗ്രഹം ഉണ്ടായിട്ട്, യേശുദാസിന് കയറി തൊഴണം എന്ന ആഗ്രഹം ഉണ്ടായിട്ട് ഇതുവരെ നടക്കാത്തൊരു സ്ഥലമാണ്. പക്ഷേ ശബരിമല അങ്ങനെയല്ല. യേശുദാസിന് എപ്പോൾ വേണമെങ്കിൽ പോകാം, ഒരു പ്രയാസമില്ല. അമിതാഭ് ബച്ചന് പോകാം, ആർക്കും പോകാം. അത് മാത്രമല്ല അവിടെ വാവരുടെ പള്ളിയുണ്ട്, അല്ലെങ്കിൽ വാവരുടെ ഒരു സാന്നിധ്യം അവിടെയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അവിടെ ആളുകൾ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വിവിധ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ച് നിർത്തുന്ന ഒരു കേന്ദ്രം എന്നുള്ളതിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റ് ശബരിമലയുമായി റിലേറ്റ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായ പേട്ടതുള്ളൽ നടക്കുമ്പോൾ അവിടെ എരുമേലിയിലൊരു മുസ്ലിം പള്ളി അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അപ്പോൾ അങ്ങനെ പല നിലയ്ക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ സാധിക്കും. ആ നിലയ്ക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയൊരു പ്രോജക്റ്റാണ് ശബരിമല എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് ഇതിനെ പോസിറ്റീവായി കാണണം. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയം ഒരു പ്രശ്നം തന്നെയാണ്, അതില്ലാന്ന് നമ്മൾ പറഞ്ഞുകൂടാ. ആ രാഷ്ട്രീയം ഇപ്പോൾ ഉന്നയിക്കുന്നത് UDFും BJPയാണ്. അവർക്ക് സത്യം പറഞ്ഞ് ഇത് ഉന്നയിക്കാനുള്ള ധാർമ്മികമായ യാതൊരു അവകാശവുമില്ല. കാരണം ഇതിനു മുമ്പ് ശബരിമലയിൽ പ്രായഭേദമില്ലാതെ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായപ്പോൾ അതിനെ ആദ്യം സ്വാഗതം ചെയ്യുകയും, എന്നാൽ ഇതിലൊരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ തിരിഞ്ഞു നിന്നുകൊണ്ട് അവിടേക്ക് കയറാൻ വരുന്ന സ്ത്രീകളെ തടയും എന്ന് പ്രഖ്യാപിക്കുകയും പരസ്യമായിട്ട് സുപ്രീം കോടതി വിധിയെയും സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന സമ്പ്രദായത്തെയും വെല്ലുവിളിക്കുകയും ചെയ്ത കൂട്ടരാണ് ഇവർ രണ്ടുപേരും. അത് UDF ആണെങ്കിലും കൊള്ളാം, കോൺഗ്രസ് ആണെങ്കിലും കൊള്ളാം, BJP ആണെങ്കിലും കൊള്ളാം. അവർ വലിയ തോതിൽ ഇതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ്.
കേരളത്തിൻ്റെ തെരുവുകളിൽ മുഴുവൻ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകളാണ്. അതിനൊറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, അവർക്കിത് സ്ത്രീകൾ അവിടെ പ്രായഭേദമില്ലാതെ കയറിയുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടല്ല, ഇതിനൊരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് അവരന്ന് ആ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ അന്ന് ആ പ്രശ്നം ഉണ്ടാക്കിയ ആളുകൾ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ഇതാ രാഷ്ട്രീയം കളിക്കുന്നത് എന്ന് പറഞ്ഞ് വേവലാതിപ്പെടുന്നതിൽ ഒരു കാര്യമില്ല. അത് കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് ഇപ്പോൾ ഇവർ കളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ കളിക്കും ദോഷമുണ്ട് എന്നുള്ളത് വേറെ പ്രശ്നം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്തൊക്കെ പറഞ്ഞാലും അത് അയ്യപ്പ വിശ്വാസികളെ വെച്ചാണല്ലോ ഈ കളികളൊക്കെ നടക്കുന്നത്. സ്വാഭാവികമായും 2018 സുപ്രീം കോടതി വിധി വന്ന സമയത്ത് വിധി വന്നിട്ട് ഇതുപോലൊരു സെപ്റ്റംബർ മാസത്തിലാണ് ആ വിധി വന്നത്. അതിനുശേഷമാണ് ആകെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയത്. ക്ഷേത്ര പരിസരം പോലും സംഘർഷഭരിതമായ കാഴ്ച നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കെ അപ്പോൾ അതിനെ നവോത്ഥാനം എന്ന് വിളിച്ച് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെ പ്രോത്സാഹിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ ഇപ്പോൾ അയ്യപ്പ ഭക്തരെ തൃപ്തിപ്പെടുത്താൻ എന്ന പേരിൽ നടത്തുന്ന ഈ അയ്യപ്പ സംഗമം ഇതിന് സത്യത്തിലൊരു കോൺട്രാഡിക്ഷൻ ഫീൽ ചെയ്യുന്നില്ലേ? അല്ല, കോൺട്രഡിക്ഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്, അത് തർക്കമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സുപ്രീം കോടതി വിധി വരുമ്പോൾ ആ വിധിയിലേക്ക് നയിക്കാൻ പാകത്തിൽ ആരൊക്കെ നിലപാടെടുത്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. കാരണം 2006 മുതൽ 2011 വരെ അധികാരത്തിലിരുന്ന LDF സർക്കാർ അതിനു മുമ്പുണ്ടായിരുന്ന UDF സർക്കാരിൻ്റെ പൊസിഷൻ മാറ്റിക്കൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുക്കുന്നുണ്ട്. ശബരിമലയിൽ പ്രായഭേദമില്ലാതെ സ്ത്രീകളെ കയറ്റുന്നതിനോട് ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് പറഞ്ഞിട്ടുള്ള അഫിഡവിറ്റ് കൊടുക്കുന്നുണ്ട്. ആ അഫിഡവിറ്റ് കൊടുക്കുന്നതിനും കാരണങ്ങളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ 980 വരെ അവിടെ എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. അതിനുശേഷം ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇങ്ങനൊരു നിയന്ത്രണം അവിടെ വരുന്നത്. ആ നിയന്ത്രണം പലതവണ ലംഘിക്കപ്പെട്ടതായിട്ട് ചരിത്രമുണ്ട്. പല ഇൻസ്റ്റൻസസ് ഉണ്ട്. മാത്രമല്ല മുൻകാലത്ത് ഇങ്ങനൊരു സംഭവമേ അവിടെയില്ല. പിന്നെ ഈ പറയുന്ന ന്യായങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല. അപ്പോൾ ഇതൊരു യുക്തിരഹിതമായ ഒരു സംഗതിയാണ് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യവാങ്മൂലം തിരുത്തി കൊടുക്കുന്നത്. ആ സത്യവാങ്മൂലം പരിഗണിച്ചിട്ടാണ് സുപ്രീം കോടതി വിധിക്കുന്നത്. അപ്പോൾ അതിൽ 2006 മുതൽ 2011 വരെ അധികാരത്തിലിരുന്ന VS അച്യുതാനന്ദൻ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിനൊരു പങ്കുണ്ട് ആ വിധി വരുന്നതിൽ. അപ്പോൾ അതാണ് LDFൻ്റെയും CPMൻ്റെയും ഇക്കാര്യത്തിലുള്ള സ്റ്റാൻഡ്. ആ സ്റ്റാൻഡിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു നിലപാട് 2018 പിണറായി വിജയൻ സർക്കാർ എടുത്തത്, CPM എടുത്തത്, LDF എടുത്തത്. അന്ന് അവർ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ പുരോഗമനപരമായൊരു സംഗതിയാണ്, അതുകൊണ്ട് കേരളത്തിലെ സ്ത്രീകളുടെയും പുരോഗമനപരമായി ചിന്തിക്കുന്ന വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ പിന്തുണ കിട്ടും എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. ദൗർഭാഗ്യവശാൽ കേരളത്തിൽ ഉണ്ടായത് നേരെ തിരിച്ചുള്ളൊരു സംഗതിയാണ്. കേരളത്തിലെ ഈ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ അനുകൂല മനോഭാവം മനസ്സിലാക്കുന്നതിൽ CPM അന്ന് പരാജയപ്പെട്ടതുകൊണ്ടാണ് സത്യത്തിൽ CPM അന്ന് നവോത്ഥാനം എന്ന് പറഞ്ഞ് കേരളത്തിൽ ഉടനീളം ഈ പറയുന്ന വലിയ പ്രചാരണം നടത്തിയത്. സത്യത്തിൽ CPM അന്ന് നടത്തിയ പ്രചാരണം ശരിയായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അവരിങ്ങനെ പൊളിറ്റിക്കലി ഈ ഗ്രൂപ്പ് എന്താ പറയുക വലിയൊരളവിൽ അങ്ങോട്ട് ചാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർക്കന്നും മനസ്സിലായിരുന്നില്ല. അന്നും മനസ്സിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്നും അവരിതെടുക്കുമായിരുന്നില്ല. നവോത്ഥാനം എന്ന് പറഞ്ഞ് വലിയ പ്രചാരണത്തിന് അന്ന് അവർ തയ്യാറാകുമായിരുന്നില്ല, അന്ന് അവർക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷേ ആ തെരഞ്ഞെടുപ്പിന് ശേഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ വലിയ തോൽവി, ആ വലിയ തോൽവിക്ക് ശബരിമല മാത്രമല്ല കാരണം. അന്ന് 2019 രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വരുന്നു. കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഉണ്ടായേക്കാം എന്നുള്ള പ്രതീക്ഷ വലിയ തോതിലുണ്ടാകുന്നു. അത് കേരളത്തിലെ മറ്റേ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുടെ കൂടെ ഭാഗമായിട്ടാണ് അന്ന് 19 സീറ്റിൽ UDF ജയിക്കുന്നത്. ഒപ്പം ഈ ശബരിമല ഒരു ചെറിയ ഫാക്ടറായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫാക്ടറിനെ CPM പരിഗണിക്കുന്നു. ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും വലിയ പരാജയം CPMനും LDFനും ഉണ്ടാകുന്നു. ആ പരാജയത്തിൽ പക്ഷേ സവിശേഷമായ വേറൊരു ഫാക്ടർ കൂടിയുണ്ട്. BJPക്ക് പല മണ്ഡലങ്ങളിലും വലിയ തോതിൽ വോട്ട് കൂടുന്നു. കേരളത്തിലെ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 10-30ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നുമില്ല ആദ്യത്തെത്തുന്നു അല്ലെങ്കിൽ രണ്ടാമതെത്തുന്നു. അപ്പോൾ ഇതൊരു ഗൗരവമേറിയ പ്രശ്നമായിട്ട് CPM ഇപ്പോൾ കാണുന്നുണ്ട്. CPMന് പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന കമ്മ്യൂണിറ്റിയിൽ ഒരു ചെറു വിഭാഗമെങ്കിലും BJPയിലേക്ക് ചായുന്നു. അതൊരു പ്രശ്നമായിട്ട് CPM മനസ്സിലാക്കുന്നുണ്ട്. അതിനെ മാറ്റിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കൂടിയായിരിക്കാം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പോലും
അതിലൊരു രാഷ്ട്രീയമായ അപകടമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ച് അവരെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി ശരിയായ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ടാണല്ലോ നമുക്ക് ഈ പറയുന്ന എന്താ പറയുക കുറുക്കുവഴി തേടേണ്ടി വരുന്നത്. എന്താണോ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾ ചെയ്തുകൊണ്ട് ഈ വോട്ട് ബാങ്കിനെ തിരിച്ചെടുക്കാം എന്ന് CPM-ഉം LDF-ഉം വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ അബദ്ധമായി തീരും എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഈ യുവതി പ്രവേശന നിലപാടിൽ മാറ്റം വരുത്തുകയാണോ CPM ചെയ്യുക? അതല്ല ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് യുവതികളെ കൂടി ക്ഷണിക്കുകയല്ലേ ശരിക്കും CPM ചെയ്യേണ്ടത്? അതൊരു കാരണവശാലും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ നിലപാട് അന്നേ തിരുത്തിയിട്ടുണ്ട്. അതായത് ഈ നവോത്ഥാനം കേരളത്തിൽ വലിയ തോതിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരുപക്ഷെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ തൊട്ട് പിറകെ തന്നെ ഈ സ്റ്റാൻഡ് CPM മാറ്റിയിട്ടുണ്ട്. കാരണം കേസ് കോടതി നിൽക്കുകയാണ്. സുപ്രീം കോടതി വീണ്ടും ഇത് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതുമായിട്ട് ഇനി മുൻപോട്ട് പോകാൻ ആലോചിക്കുന്നില്ല എന്ന് അന്ന് തന്നെ CPM പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ യുവതികളെ പ്രവേശിപ്പിക്കുക എന്ന് പറയുന്നത് അവരുടെ അജണ്ടയിലുള്ളൊരു സംഗതിയേ അല്ല, ഒരു കാരണവശാലും ഉണ്ടാവില്ല. പിന്നെ സുപ്രീം കോടതിയിൽ നിലപാട് മാറ്റുക എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ മുൻപെടുത്ത നിലപാട് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, നിയമവശം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, ആചാരം സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് അതിന് ഭാഗത്തിനുള്ള നിലപാട് സ്വീകരിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ CPM ആണ് നിയോഗിക്കുന്നത് എന്നൂടെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ CPM-ൻ്റെ അറിവോ അനുമതിയോ കൂടാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അങ്ങനെ ചിന്തിക്കില്ല. അപ്പോൾ ആ നിലപാടിൽ പതുക്കെ മാറ്റം വരുത്തിക്കൊണ്ട് വരികയാണ് CPM എന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. അതായത് അവരെ സംബന്ധിച്ച് രാഷ്ട്രീയമായ വലിയൊരു തിരിച്ചടി ഇപ്പോൾ ഏറ്റുവാങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല. അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന പരാജയം, ഏതെങ്കിലും വിധത്തിലൊരു പരാജയം ഉണ്ടായാൽ അത് CPM-ന് വലിയ തിരിച്ചടിയായിരിക്കും. ഇന്ത്യയിൽ ഒരിടത്തും CPM-ഓ ഇടതുപക്ഷമോ അധികാരത്തിലില്ലാത്ത അവസ്ഥ വരും. അപ്പോൾ അത്തരം ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ പാകത്തിൽ എന്തൊക്കെ ടാക്ടിക്സ് എടുക്കാമോ അത് മുഴുവനാണ് CPM എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു എന്താ പറയുക പ്രായോഗിക രാഷ്ട്രീയം പരിഗണിക്കുമ്പോൾ അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ലോങ് ടേമിൽ എന്താ പറയുക പ്രായോഗിക രാഷ്ട്രീയമല്ല, യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം പരിഗണിക്കുമ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിൽ അത് വലിയ അപകടം ഉണ്ടാക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കോൺഗ്രസ് മുൻകാലത്ത് എടുത്തിരുന്ന മൃദു ഹിന്ദുത്വ സമീപനങ്ങൾ ഏത് വിധത്തിലാണ് BJP-യെ സഹായിച്ചതെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ബാബറി മസ്ജിദിനുള്ളിൽ വിഗ്രഹങ്ങൾ കൊണ്ട് സ്ഥാപിച്ചപ്പോൾ അതെടുത്ത് കടലിൽ കളയാൻ പുഴയിൽ എറിയണമെന്ന് പറഞ്ഞ് ജവഹർലാൽ നെഹ്റുവിനെ തള്ളി പറഞ്ഞതാണ് കോൺഗ്രസ് പാർട്ടി. അന്നത്തെ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഗോവിന്ദ് വല്ലഭ് പന്ത് അത് പറ്റില്ല എന്ന് പറഞ്ഞതാണ്. അതുപോലെ പല കാലങ്ങളായിട്ട് ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് കോൺഗ്രസ് BJP-ക്കും സംഘപരിവാരത്തിന് അനുകൂലമായിട്ട് സമീപനം എടുത്തതെന്ന് നമുക്കറിയാം. കർസേവ ആദ്യം ഘട്ടത്തിൽ രാജീവ് ഗാന്ധി അനുവദിച്ച് എങ്ങനെയാണെന്ന് അറിയാം. അവിടെ ആരാധനയ്ക്ക് തുറന്നു കൊടുത്തത് ആരാണ്? കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരാണെന്ന് നമുക്കറിയാം. അതുപോലെ ഗോവധ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിയമങ്ങൾ കോൺഗ്രസ് അനുകൂലമുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എത്ര സംസ്ഥാനങ്ങളിലാണ് മുൻകാലത്ത് നടപ്പാക്കിയിട്ടുള്ളത്? അതും ഈ അജണ്ടയെ പിൻപറ്റിക്കൊണ്ടായിരുന്നു. ഈ അടുത്ത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള നടപടി ഉണ്ടായപ്പോൾ മധ്യപ്രദേശിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് മതപരിവർത്തനം നിരോധിച്ചുകൊണ്ടുള്ള നിയമം കൊണ്ടുവന്നത്. അതുതന്നെയാണ് ഛത്തീസ്ഗഡിൽ തുടരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ കോൺഗ്രസ് ഏത് വിധത്തിലാണ് ഈ മൃദു ഹിന്ദുത്വ സമീപനം തുടർന്നത്, ആ സമീപനങ്ങൾ ഏത് വിധത്തിലാണ് BJP-യെ വളർത്തിയത് അല്ലെങ്കിൽ RSS-ൻ്റെ രാഷ്ട്രീയ രൂപത്തെ വളർത്തിയത് എന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരുപക്ഷെ ഈ CPM ആഗോള അയ്യപ്പ സംഗമം അത്തരം നടപടികളിലൂടെ എടുക്കുന്ന നിലപാട് അവരെ തൽക്കാലത്തേക്ക് സഹായിച്ചേക്കാം. പക്ഷെ ലോങ് റണ്ണിൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ മനസ്സിനെയായിരിക്കും അത് മലീമസപ്പെടുത്തുക. അവിടെയാണ് CPM സ്യൂഡോ സെക്കുലർ ആണോ എന്നുള്ള ചോദ്യത്തിന് അർത്ഥമുണ്ടാകുന്നത്. അതോടൊപ്പം BJP ഉന്നയിക്കുന്ന ആരോപണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നാസ്തികനായ ഒരു മുഖ്യമന്ത്രിക്ക് എന്താണ് അയ്യപ്പന്മാരുടെ കാര്യത്തിൽ ഇടപെടാൻ അവകാശം എന്ന രൂപത്തിലാണ് രാജീവ് ചന്ദ്രശേഖരൻ മറുപടി പറഞ്ഞിട്ടുള്ളത്. ഈ അയ്യപ്പ ഭക്തന്മാരുടെ അട്ടിപ്പേറാവകാശം BJP-ക്കാരാണ് എഴുതി കൊടുത്തത്. മാത്രമല്ല രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പോയ ആ പാർട്ടിയുടെ വക്താവാണ് താൻ എന്നത് അദ്ദേഹം മറന്നുപോയതുകൊണ്ട് ചോദിക്കാവൂ. അതിലൊരു കഥയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നാസ്തികരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ VD സവർക്കർ നാസ്തികനായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ VD സവർക്കറെ തള്ളിപ്പറയോ? എനിക്ക് തോന്നുന്നില്ല. തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മൂപ്പര് അവിടെ ഇരിക്കില്ല, അത്രയേ ഉള്ളൂ.
അപ്പോൾ അത് വെറുതെ ഒരു എന്താ പറയുക, നമ്മൾ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സംസാരം മാത്രമായിട്ട് ഇക്കാലം മുഴുവൻ കഴിഞ്ഞ 10 വർഷമായിട്ട്, 10 വർഷം ആകാൻ ഇപ്പോൾ 3-4 മാസമേ ഇതേ നാസ്തികനായ മുഖ്യമന്ത്രി തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് നിശ്ചയിച്ചിരുന്നത്, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് നിശ്ചയിച്ചിരുന്നത്, അതുപോലെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് നിശ്ചയിച്ചത് ഒക്കെ ഇതേ മുഖ്യമന്ത്രി തന്നെ. ഇതേ മുഖ്യമന്ത്രി അധ്യക്ഷനായ ക്യാബിനറ്റ് അംഗീകരിച്ച ബജറ്റിൽ നിന്നാണ് ഈ ദേവസ്വങ്ങൾക്ക് മുഴുവൻ പൈസ കൊടുത്തിട്ടുള്ളത്. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണെങ്കിലും മലബാർ ദേവസ്വം ബോർഡിനാണെങ്കിലും കൊച്ചിൻ ദേവസ്വം ബോർഡിനാണെങ്കിലും കൂടൽമാണിക്യം ദേവസ്വം ബോർഡിനാണെങ്കിലും എല്ലാ ബോർഡിനും ഇതേ മുഖ്യമന്ത്രി അധ്യക്ഷനായ മന്ത്രിസഭയിൽ നിന്നുകൊണ്ടാണ് പണം അനുവദിച്ചുകൊണ്ടിരുന്നത്. ഈ ദേവസ്വം ബോർഡുകളിലൊക്കെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് കേരള നിയമസഭയിലെ CPMൻ്റെയും CPIയുടെയും മെമ്പർമാരടങ്ങുന്ന സമിതി, അല്ലെങ്കിൽ ആ മെമ്പർമാർക്ക് വോട്ടവകാശമുള്ള ഒരു രീതിയിലാണ് ഈ മെമ്പർമാരെയൊക്കെ തിരഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ ഈ മെമ്പർമാർ ഭരിച്ചുകൊണ്ട് ഈ 10 വർഷത്തിനിടെ കേരളത്തിൽ ഒരു ക്ഷേത്രവും പൂട്ടിപ്പോയിട്ടില്ല. ഒരു ക്ഷേത്രത്തിൽ നിന്നും ദേവന്മാരാരെങ്കിലും അല്ലെങ്കിൽ ദേവിമാരാരെങ്കിലും ഒളിച്ചോടിയതായിട്ടും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഈ പറയുന്നത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക വികലമായ രാഷ്ട്രീയ ബോധ്യം, അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, അദ്ദേഹം ഉൾക്കൊള്ളുന്ന സംഘടനയുടെ, ആ സംഘടനയുടെ പാരൻ ബോഡി ആയിരിക്കുന്ന RSSൻ്റെയൊക്കെ വികലമായ രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നുണ്ടാകുന്ന അഭിപ്രായങ്ങൾ മാത്രമായിട്ട് നമ്മൾ കണക്കാക്കിയാൽ മതി. അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ മലയാളി ഡയസ്പോറ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഉണ്ടാകാനിടയുള്ള ഒരു വലിയ ഡയസ്പോറയാണ് ഈ അയ്യപ്പന്മാരുടെ ഡയസ്പോറ എന്ന് പറയുന്നത്. അതിൻ്റെ അവകാശം ഇപ്പോൾ കുമ്മന രാജശേഖരൻ, അയ്യപ്പ സേവാ സംഘം എന്ന് പറയുന്ന പഴയ ഒരു സംഘടനയുടെ രക്ഷാധികാരിയായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് പിന്നീട് BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ഇവിടെ വന്നത്. അവർക്ക് പോലുമില്ല അയ്യപ്പന്മാരുടെ എന്താ പറയുക മൊത്തം അവകാശം എന്ന് പറയുന്നത്. അതൊരു വലിയ കമ്മ്യൂണിറ്റിയാണ്. ഒരു കമ്മ്യൂണിറ്റിയായിട്ട് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്. മലയാളികൾ മാത്രമല്ല അതിലുള്ളത്, മലയാളികൾ മാത്രമല്ല, ഹിന്ദുക്കൾ മാത്രമല്ല, വിവിധ മതജാതി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ആ കമ്മ്യൂണിറ്റിയിലുണ്ട്. തമിഴന്മാരുണ്ട്, തെലുങ്കന്മാരുണ്ട്, കന്നഡക്കാരുണ്ട്, ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട്, ഒരു പക്ഷേ ഇന്ത്യക്കാരല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ മൊത്തം കാര്യം ഞങ്ങളാണ് നിശ്ചയിക്കേണ്ടത് എന്ന് പറയുന്നതിൽ തന്നെ മണ്ടത്തരമുണ്ട്. ആ മണ്ടത്തരം മനസ്സിലാകുമോ ഇല്ലയോ എന്നുള്ളത് ബുദ്ധിയെ ആശ്രയിച്ചിരിക്കും, ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്. ആഗോള അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ. നിരവധി ആരോപണങ്ങളുണ്ടെങ്കിലും അയ്യപ്പ ഭക്തന്മാരുടെ ക്ഷേമവും ശബരിമലയുടെ വികസനവുമൊക്കെയാണ് ലക്ഷ്യം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേമിൽ ഇത് CPIM-നും സർക്കാരിനും ഗുണം ചെയ്യുമെങ്കിലും ഇതുണ്ടാക്കുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിന് ഇതുണ്ടാക്കുന്ന ആഘാതം അത് തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. സൈറ്റിയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.